മുൻപോട്ട് വരേണ്ട സമയം ഇതാണ്. ഇത്രയും നാൾ യേശുവിനു വേണ്ടി സധൈര്യം ഇറങ്ങാതിരിക്കാൻ കഴിയാത്തതിൽ നിക്കോദിമോസിന്റെ ഹൃദയവും വേദനിച്ചിരിക്കണം. ആശകളോ ആശയങ്ങളോ മാത്രം പ്രകടിപ്പിച്ചു പോയാൽ പോരാ. ആത്മനാഥനു വേണ്ടി ഈ അന്ത്യമണിക്കൂറിലെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ക്രൂശിലെ ക്രിസ്തുവിന്റെ ദർശനം അവനെ രൂപാന്തരപ്പെടുത്തി. 3 വർഷത്തിനു മുൻപ് ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് നീ പുതുതായി ജനിക്കണമെന്ന് കർത്താവ് അവനോട് പറഞ്ഞത്. ആ വചനമാകുന്ന വിത്ത് മുളച്ച് ഫലകരമായതിപ്പോഴാണ്. നാമും സുവിശേഷം അറിയിക്കുമ്പോൾ ഇക്കാര്യം ഓർത്തിരിക്കണം. നാം ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവർ അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നിരാശപ്പെടരുത്. ദൈവത്തിന് ഒരു സമയമുണ്ട്. അവരുടെ ഉള്ളിൽ വീണ വചനമാകുന്ന വിത്ത് അവിടെ കിടക്കുകയില്ല. അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കൽ അത് ഏറിയ ശക്തിയോടെ പ്രത്യക്ഷമായ ഫലമുളവാക്കും. സമയം തീരാറായി. ഇനി ഒതുങ്ങിക്കൂടി കഴിയാനുള്ള സമയമല്ല. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കേണ്ട കാലമാണിത്. അതിനായി നമുക്കൊരുങ്ങാം. നമുക്ക് നമ്മെ തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കാം.